Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Ready ayo? Take your Hindi textbook. നാഷണൽ ആന്തം ചെല്ലുന്നുണ്ടോ? ജസ്റ്റിസ് നാഷണൽ ആന്തം ഉണ്ടോ? ദേശീയഗാനം ചൊല്ലുന്നുണ്ടോ? ഇപ്പൊ ഉണ്ടോ? ചൊല്ലുന്നുണ്ടോ? ഒരു മിനിറ്റ് മക്കളെ, മിസ് ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇപ്പൊ നാഷണൽ എന്താണ്? ഒരു മിനിറ്റ് മിസ്സിന് വെയിറ്റ്. Mohammed Shasin, good afternoon. Good afternoon, Miss. Yes, are you ready? Ready ആയോ? എല്ലാരും റെഡിയാണ്? ഏതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതെന്ന് പറയാമോ മക്കളെ? നമ്മൾ ലാസ്റ്റ് എടുത്തത് ഏഞ്ചൽ റോസ് ക്ലാസ്സിന് വരാറുണ്ടോ? ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സിന് വരാറുണ്ടല്ലോ. വരാറുണ്ട്. നവമിയോ? ഞാൻ വരാറുണ്ട്. വരാറുണ്ട്. സിദ്ധാന്തമിന് വരാറുണ്ട്. ഷെസിൻ വരാറുണ്ടോ? നോ. അപ്പൊ ഷെസിനാണ് പറയേണ്ടത്. ഇവര് വരുന്നത് കൊണ്ട് നിന്റെ ക്ലാസ് അറിയേണ്ടത്. നിനക്ക് എവിടെ വരെ എത്തി ഹിന്ദി പറയാമോ? ഓണത്തിന്റെ ആ പാഠം വരെ. ഓണം ലെസൺ അല്ലേ? അത് എടുത്തോ? ആ പാഠം എടുത്തോ മോനെ? നിങ്ങൾക്ക് ഇവർക്ക് എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയോ ആ പാഠം? യെസ്. സംശയം ഉണ്ടോ വല്ലതും ഷെസിന്? സംശയം ഉണ്ടോ ചോദിക്കണേ. ഷെസിന് എവിടെ താമസം? എന്റെ വീട് പെരുവാമ്പയിലാണ്. പക്ഷെ ഇപ്പൊ ഉമ്മാമാന്റെ വീട്ടിലായിരിക്കും. എവിടെയാ? മാത്തൂലോ. ഇപ്പൊ പോയതാണോ? അല്ല കൊറേ നാളുകളായിട്ട് അവിടെയാണോ? എങ്ങനെയത്? കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് വന്നതല്ലേ? അപ്പൊ പെരുവാമ്പയാണോന്ന് എനിക്ക് ഓൺലൈനിൽ അല്ല ഓഫ്ലൈൻ ക്ലാസ്സിന് വരാൻ ബുദ്ധിമുട്ടാ? ഓഫ്ലൈൻ ക്ലാസ് 3 മാസം ദുബായിൽ പോകും മിസ്സേ. 3 മാസം കഴിഞ്ഞാലോ?
ഓ അതിനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ദുബായി പോവാൻ വേണ്ടിട്ട്. 3 മാസം കഴിഞ്ഞാലേ പോലൂ. അതുവരെ ഒന്നുകൂടായിരുന്നോ? ഉമ്മാന്റെ ബ്രദറിന്റെ കല്യാണത്തിന് വന്നതാ അവിടെ. അതെയോ? എന്നാലും ആ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു നിന്ന് പെരുവാമ്പേക്ക് വന്നാലും ഗൾഫിൽ പോകുന്നത് വരെ നിങ്ങൾക്ക് സ്കൂളിലേക്ക് വന്നിട്ട് പെരുവാമ്പേര് വന്നതിനാ ഞാൻ സ്കൂളിൽ വരും അല്ലേ? അതാ ഞാൻ ചോദിച്ചത്, ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് ഡൗട്ട് തീർത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഓണംലെ ലെസൺ എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതെങ്കിലും പാഠം വിട്ടുപോയിട്ട് നിങ്ങളാണ് പറയേണ്ടത്. ഏതെങ്കിലും പാഠം നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ ഇല്ലെങ്കിൽ പറയണം. അപ്പോൾ ഓണംലെ ലെസൺ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? അതിലെ വർക്കുകളാണോ ഇനി പറയേണ്ടത്? യെസ്. അതിൽ വേർഡ് മീനിങ് അറിയാലോ? വേർഡ് മീനിങ് നിങ്ങൾ നോക്കി ഒന്ന്. വേർഡ് മീനിങ് മസ്തി എൻജോയ്മെന്റ്, പൗരാണിക് മൈത്തോളജിക്കൽ, ഭക്ത് ഡെവൂട്ടി, കണ്ടോ നിങ്ങള്? മഹാദാനി ഗ്രേറ്റ് ഡോണർ, ഭയഭീത് എഫ്രൈഡ്, പുകാർ കോൾ, അവതാർ ഇംപെർസനേഷൻ, പഗ് സ്റ്റെപ്പ്, പാതാൾ ദ ലോവർ വേൾഡ്, ദാനവീരത ചാരിറ്റി, വരദാൻ ബൂൺ, ആയോജൻ അറേഞ്ച്മെന്റ്, ഫസൽ ക്രോപ്പ്, ഉമംഗി enthusiasm, ഹർഷ് ഡിലൈറ്റ്. ഇത്രയും വേർഡ് മീനിങ്ങൾ നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അപ്പൊ നിങ്ങളുടെ അടുത്ത എക്സാമിനുള്ള പാഠങ്ങൾ കവർ ചെയ്തു നമ്മള്. ജനുവരി 1st വീക്ക് നിങ്ങൾക്ക് അടുത്തത് എക്സാം അല്ലേ? സെക്കൻഡ് പീരിയോഡിക് എക്സാം ആണല്ലോ. അപ്പൊ 12 ലെസൺ അപ്പോഴേക്കും പഠിച്ചിരിക്കണം കേട്ടോ. 12ാമത്തെ ലെസൺ വരെ എല്ലാവരും കംപ്ലീറ്റ് ആയി പഠിച്ചിരിക്കണം. നെക്സ്റ്റ് പര്യായവാചി. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വേർഡ് മീനിങ് എഴുതുക, അതുപോലെ പര്യായവാചി എടുത്തെഴുതുക. അമ്മ, മാം, മാധ. എങ്ങനെ വായിക്കേണ്ടത് മിസ് വായിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ. രാജ, രാജൻ, നൃപ്, ദേവത, ദേവ്, സുർ, ഫൂൽ, പുഷ്പ, സുമൻ. നെക്സ്റ്റ് ഡിറ്റേഷൻ വേർഡ് ശ്രുതലേഖ്. ഡിറ്റേഷൻ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾക്ക് ഡിറ്റേഷൻ തരാൻ നിങ്ങൾ എഴുതി പഠിക്കേണ്ട വാക്കുകളാണെന്നാണ് അതിനർത്ഥം കേട്ടല്ലോ. ഇപ്പൊ ഓൺലൈൻ ഓഫ്ലൈൻ 2 ക്ലാസ് ആയതുകൊണ്ട് നമ്മളത് ഡിറ്റേഷൻ ഇടാൻ സമയം കിട്ടുന്നില്ല. ഫസ്റ്റ് വേർഡ് പൗരാണിക്, പ്രതാപി, ഉത്സുക്, പൂക്കളം, ഭ്രമൺ, കുലവേലക്, ഉല്ലാസ്, തയ്യാരിയോ. ഓറൽ ക്വസ്റ്റ്യൻസ്. അമ്മാനെ കിസ്കി കഥ സുനായി. അമ്മ ആരുടെ കഥയാണ് ആ കുട്ടിക്ക് പറഞ്ഞു കേൾപ്പിച്ചത് പറയാമോ? സിദ്ധാന്തേ, ആരുടെ കഥയാ? എല്ലാരും ഉറക്കെ പറഞ്ഞ്, ആരുടെ കഥയാ അമ്മ പറഞ്ഞു കൊടുത്ത കുട്ടിക്ക്? ജസിൻ അൺമ്യൂട്ട് ചെയ്ത് പറ. മഹാബലി രാജൻ. ആ വെരി ഗുഡ്. മഹാബലി രാജയുടെ കഥയാണല്ലേ. രാജാ ബലി കിസ്കെ ഭക്ത് തേ. മഹാബലി രാജാവ് ആരുടെ ഭക്തനായിരുന്നു? ആരുടെ ഭക്തനാ? മഹാബലി രാജാവ് ഭഗവാൻ विष्णु के भक्त थे. ഓണം के अवसर पर लोग आंगन को कैसे सजाते हैं. ഓണം വരുമ്പോഴേ ജനങ്ങളൊക്കെ വീടിന്റെ മുറ്റം എന്താ ചെയ്തെന്ന്? പൂക്കളം ഇടും. പൂക്കളം അല്ലേ? ഫൂൾ से सजाते हुए പൂക്കളം बनाते. പൂക്കളം നിർമ്മിക്കുന്നു അല്ലേ? കുലവേല കിസേ कहते हैं. കുലവേലക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൂക്കളത്തിന് നടുവിലായിട്ട് മധ്യത്തിലായിട്ട് വിളക്ക് കൊളുത്തി വെക്കുന്നു അല്ലെ? അതിനെയാണ് കുലവേലക് എന്ന് പറഞ്ഞത്. ഫൂൽ की रंगीली के बीच दीपक जगा जाता है, उसे कुलवेले कहते हैं.
നെക്സ്റ്റ് റിട്ടേൺ ക്വസ്റ്റ്യൻ. രാജാ ബലി കോൺ ഥേ. ഇതിന്റെ ആൻസർ ഒക്കെ കിട്ടിയോ നിങ്ങൾക്ക്? മിസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ്. ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടോ? ഗ്രൂപ്പിൽ അയച്ചിട്ടില്ല. മിസ് ഇന്ന് ഗ്രൂപ്പിൽ അയക്കണോ ഇത്? ആ, അപ്പൊ ഇന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ മിസ് എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ അയച്ചിരിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കണം. നോട്ട്സ് കംപ്ലീറ്റ് ആക്കാത്തവർ കംപ്ലീറ്റ് ആക്കുകയും വേണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രാജാ ബലി കോൺ ഥേ. ആരാ രാജാ മഹാബലി? മഹാബലി രാജാവ് ആരായിരുന്നു? കേരൾ രാജ്യമേ മഹാബലി നാം കെ രാജാ രാജ്യ കർത്തേ ഥേ അല്ലേ? കേരള രാജ്യത്തില് കേരള രാജ്യം ഭരിച്ചിരുന്ന മഹാരാജാവായിരുന്നു ആര്? മഹാബലി. മനസ്സിലായോ? യെസ്. യെസ്. मिस इप्पो तन्ने ग्रुप अयच्चिरुंडे. सेकंड क्वेश्चन. देवताओं की पुकार सुनकर भगवान विष्णु ने क्या किया? ദേവതകളെ വിളിച്ചപ്പോഴേ ഭഗവാൻ വിഷ്ണു സങ്കടങ്ങള് പറഞ്ഞ സമയത്ത് ഭഗവാൻ വിഷ്ണു എന്താ പറഞ്ഞിരുന്നത്? എന്താ ചെയ്തത്? വാമനാവതാരത്തില് പ്രത്യക്ഷപ്പെട്ടു അല്ലേ? അതല്ലേ ചെയ്തത്? എന്നിട്ടോ വാമനാവതാരത്തില് പ്രത്യക്ഷപ്പെടുകയും മഹാബലിയോട് 3 അടി ഭൂമി ചോദിച്ചു വാങ്ങുകയും ചെയ്തു അല്ലേ? ഓർമ്മയുണ്ടോ അത് പറഞ്ഞത്? നെക്സ്റ്റ് മിസ് അത് ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ഭഗവാൻ വിഷ്ണുവിനെ രാജാ ബലിക്കോ ക്യാ വരദാൻ ദിയ? ഭഗവാൻ വിഷ്ണു മഹാബലിക്ക് എന്താണ് വരദാനമായിട്ട് നൽകിയത്? ഒരു വരം നൽകിയില്ലേ? എന്താണ്? അതായത് മഹാബലിക്ക് എല്ലാ വർഷവും തന്റെ പ്രജകളെ കാണുവാൻ വേണ്ടി രാജ്യത്തിലേക്ക് വരാം അല്ലേ? അങ്ങനെ രാജ്യത്തിലേക്ക് തന്റെ പ്രജകളെ കാണാൻ വരുമ്പോഴാണ് നമ്മൾ എന്താ ആഘോഷിക്കുന്നത്? ഓണം അല്ലേ? ഓണം ക്യോ മനായ ജാതാ ഹേ? ഓണം എന്തിനാ ആഘോഷിക്കുന്നത്? ജിസ് ദിൻ രാജാ മഹാബലി ഭ്രമൺ കർണേ അപ്നെ രാജ്യമേം ആത്തെ ഹേ. ഏത് ദിവസമാണോ മഹാബലി രാജാവ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിലേക്ക് പ്രജകളെ കാണുവാൻ വേണ്ടി വരുന്നത്, ഉസ് ദിൻ കോ കേരളവാസി ഓണം കെ രൂപ മേം മനാത്തെ ഹേ. ആ ദിവസമാണ് കേരള ജനത എന്താ ആഘോഷിക്കുന്നത്? ഓണം. മനസ്സിലായോ? ഓണം എന്തിനാ ആഘോഷിക്കുന്നത് മനസ്സിലായോ? പറയാമോ എന്തിനാന്ന്? പ്രജകളെ കാണുവാൻ വേണ്ടി മഹാബലി രാജാവ് എപ്പോഴാണോ കേരളത്തിലോട്ട് വരുന്നത് അപ്പൊ എന്ത് ചെയ്യുന്നു? ഓണം. അപ്പൊ ജനങ്ങള് ഓണം ആഘോഷിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ഞാൻ അത് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അതിലത്തെ വർക്കുകളെല്ലാം ഇന്ന് തന്നെ. ഇനി ഞാൻ ഗ്രൂപ്പിൽ അയക്കൂല, ഇന്ന് ലാസ്റ്റ് അയച്ചിരിക്കും. നിങ്ങൾ എല്ലാവരും നോക്കി എഴുതുക. നെക്സ്റ്റ്, ഓണം കെ അവസർ പർ ക്യാ ക്യാ ആയോജൻ കിയേ ജാത്തെ ഹേ? ഓണം അവസരത്തിൽ എന്തൊക്കെ പരിപാടികളാ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്? ആ പ്രോഗ്രാമിന്റെ പേര് മാത്രമേ പറയണ്ടൂ. അപ്പൊ മിസ് ഗ്രൂപ്പിൽ അയക്കുമ്പോൾ നിങ്ങൾക്ക് അത് മാത്രം ഞാൻ 5 നമ്പർ ഇട്ടിട്ട് അയച്ചിട്ടുണ്ടാവും. അതിന്റെ പേര് മാത്രം. പൂക്കളം നിർമ്മിക്കുന്നു. അടുത്ത പ്രോഗ്രാം കുലവേലക അല്ലേ? അതിന്റെ നടുവിലായിട്ട് ലൈറ്റ് വിളക്ക് കൊളുത്തി വെക്കുന്നതിന് കുലവേലക എന്ന് പറയുന്നു. കൈകൊട്ടിക്കളിയുണ്ട്. പിന്നെ വള്ളംകളി ഉണ്ട് അല്ലേ? നൗകാ ദൗഡ്, വള്ളംകളി. ഇത്രയും പ്രോഗ്രാമുകളൊക്കെ എപ്പോഴുണ്ട്? ഓണമായിട്ട് ട്ടോ. നൗകാ ദൗഡ്, വള്ളംകളി. നെക്സ്റ്റ്, ഉചിത് മിലാൻ കരോ, മാച്ച് ദ കോളം. ആ കോളവുമായിട്ട് മാച്ച് ചെയ്യണം.
केरल राज्य में അവിടെ ഉണ്ടല്ലേ केरल राज्य में महाबली राजा राज्य करते थे എന്നുണ്ട് രാജാ ബലി ഏതിനോടാ മാച്ച് ചെയ്യേണ്ടത് बहुत पराक्रमी प्रतापी थे बहुत पराक्रमी तथा प्रतापी थे नेक्स्ट देवताओं ने लास्ट वर्ड अല്ലേ എന്ത് भगवान से प्रार्थना की ഓണം त्योहार എന്താണ് 10 ദിനോं തക്ക് മനായ ജാത 10 ദിവസമാണ് ഓണം അല്ലേ അത്തം തൊട്ട് തിരുവോണം തക്ക് അപ്പൊ 10 ദിവസങ്ങളിലാണ് ഓണം ആഘോഷിക്കുന്നത് ഒരു ദിവസമല്ല അത്തം പത്തോണം എന്ന് കേട്ടിട്ടുണ്ടോ ചൊല്ല് അത്തം പത്തോണം 10 दिनों तक मनाया जाता है लास्ट तीसरे पग के लिए മൂന്നാമത്തെ അടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത് ഭൂമിയും ആകാശവും മുഴുവനും അളന്നു കൊടുത്തു 3 അടി മണ്ണ് ഇത് വേണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം മൂന്നാമത്തെ അടി എന്താ കൊടുത്തത് മഹാബലി രാജാവ് തന്റെ ശിരസ് കുനിച്ചുകൊണ്ട് അല്ലെ തല കുനിച്ചുകൊണ്ട് തലയാണ് കാണിച്ചു കൊടുത്തത് അല്ലേ അപ്പൊ ഏതാ ആൻസർ महाबली ने अपना सिर आगे कर दिया महाबली ने अपना सिर आगे कर दिया മനസ്സിലായോ ക്ലിയർ ആയോ മക്കളെ യെസ് നെക്സ്റ്റ് ഇൻകെ വാക്യ में एक एक पंक्ति लिखो താഴെ ഒന്നുമില്ല എന്താണ് താഴെ കൊടുക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഒരു സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ട് അത് മിസ് എഴുതി അയച്ചിട്ടുണ്ട് महाबली केरल राज्य में महाबली नाम के राजा राज्य करते थे पूकलम रंग बिरंगे फूलों की रंगीली से बने पूकलम कहते हैं कुलवेलक फूलों की रंगीली के बीच में दीपक लगा जाता है जिसे कुलवेलक कहते हैं ആ വേർഡ് ഉപയോഗിച്ച് വാക്യത്തിൽ പ്രയോഗിക്കാനാ പറഞ്ഞത് മനസ്സിലായോ താഴെ തന്നിരിക്കുന്ന സെന്റൻസ് ആ വേർഡ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കുക നെക്സ്റ്റ് रा के अलग अलग रूपों का प्रयोग कर दो दो शब्द लिखो താഴെ രാ എന്ന അക്ഷരത്തോണ്ട് ഉപയോഗിക്കുന്ന അക്ഷരം ഉപയോഗിക്കുന്ന ചില്ലക്ഷരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം രായിൽ തുടങ്ങുന്ന അപ്പൊ ഇവിടെ എന്താണ് ആ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന വാക്കുകൾ നിർമ്മിക്കണം ഫസ്റ്റ് രാ എന്നുള്ളത് കേരള കൊടുക്കുന്ന രാജ്യം കൊടുക്കുന്നത് രാ ഉണ്ടല്ലോ അതില് അടുത്ത മിസ് ഒരു വേർഡ് പറഞ്ഞു രാജ രാ ഉപയോഗിച്ചൊരു വേർഡ് കിട്ടിയില്ലേ രാജ ഇഷ്ടമില്ല എഴുതാ രാ എന്നുള്ള ശബ്ദം അതിലുണ്ടാവണം രാ എന്നുള്ള അക്ഷരം ഉണ്ടാവണം കേരൾ രാജ്യ രാജ ഇനി ഇങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്ന വേർഡ് വേണം ആശ്ചര്യം അവിടെ കൊടുത്തു ഇനി ഉപയോഗിക്കുന്ന വേറൊരു വേർഡ് ഹർഷ് പർവ് എഴുതിക്കൂടെ ഹർഷ് പർവ് അങ്ങനെ ആകർഷൺ എന്നുള്ള ചിഹ്നം മുകളിൽ ഉപയോഗിക്കാൻ നെക്സ്റ്റ് എന്നെല്ലാം വരുന്നേ പ്രതാപി പ്രാർത്ഥന ആക്രമൺ അങ്ങനെ വരുന്നത് നമ്രത നെക്സ്റ്റ് ട്രക്ക് ട്രെയിൻ മെട്രോ അത് ടയന്നെ വേണ്ട അതുപോലെയുള്ള ഏത് അക്ഷരം ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ എഴുതാനാണ് ആ ചിഹ്നങ്ങൾ ചേർത്തുള്ള വാക്കുകൾ എഴുതാനാണ് പറഞ്ഞത് നെക്സ്റ്റ് പേജ് നമ്പർ 70 വിട്ടു പോണ്ടേ ഇല്ലേ പേജ് നമ്പർ 70 മേം അഥവാ മേം ലിഖിക്കർ വാക്യ പൂരേ കരോ രണ്ട് മേം ഉണ്ട് ഹിന്ദിയിൽ ഒരു മേം ആദ്യം എഴുതി ഇവിടെ കൊടുക്കുന്ന മേം വിഭക്തി പ്രത്യയവും രണ്ടാമത്തെ മേം സർവനാമമാണ് ആദ്യത്തെ മേം എന്ന് പറഞ്ഞാൽ പ്രത്യയമാണ് ഉള്ളിൽ നിന്നുള്ള അർത്ഥം വരുന്നത് രണ്ടാമത്തെ മേം എന്ന് പറഞ്ഞത് സർവനാമമാണ് പ്രോനൗൺ ഞാൻ എന്ന് പറഞ്ഞത് ആ രണ്ടാമത്തെ മേമിന് ഒരർത്ഥേ ഉള്ളൂ ഞാൻ മനസ്സിലായോ
മേം. അപ്പൊ എന്ത് ചെയ്യണം? ഈ രണ്ട് മേമിൽ ഏത് മേമാണ് നമുക്ക് ഇനി ഫില്ല് ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം. ഒന്നാമത് മേം കൽ ധൂപ് മസ്തി കരുങ്ക, അവിടെ ഞാൻ പ്രയോഗിച്ചു. നെക്സ്റ്റ് കേരൾ കഴിഞ്ഞിട്ട് ഏത് മേമാ വരിക? ആദ്യത്തെ കേരൾ മേം മഹാബലി നാമക്കെ രാജ राज्य करते थे. केरल में महाबली नाम के राजा राज्य करते थे. നെക്സ്റ്റ് തേർഡ് വരുന്നത് മേം ഞാനാണ്. ക്വസ്റ്റ്യനിൽ കൊടുക്കുന്ന രണ്ടാമത്തെ മേം, 2 വര മുകളിൽ നിന്ന് മേമാണ് ഞാൻ. മേം നൗക ദൗഡ് ദേക്കിനെ ജാവുങ്ക. എന്താ അങ്ങനെ പറഞ്ഞാല്? ഞാൻ വള്ളംകളി കാണുവാൻ പോകും. ഞാൻ മേം. നാലാമത്തതും മേം അത് തന്നെ, ഞാൻ. മേം ഓണം കെ ബാരെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വിഭക്തി പ്രത്യയം മേയാണ് ചേർക്കേണ്ടത്. മേം ഓണം കെ ബാരെ മേ അപ്നെ സാത്തിയോ കോ ബതാഊങ്ക. മൂന്നാമത്തതും നാലാമത്തതും മേം ഞാൻ ഉപയോഗിക്കുന്നത്. മുകളിൽ 2 വര ഇടുന്നത്, മായുടെ മുകളിൽ 2 വര വന്നിട്ട് ഒരു ഡോട്ട് ഇടുന്നതാണ് ഞാൻ എന്നുള്ള മീനിങ്. മേം 3ഉം 4ഉം അതാണ്. സിദ്ധാന്ത ആള് ഭയങ്കരനാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. സിദ്ധാന്ത ആള് പാവാന്ന് ഞാൻ വിചാരിച്ചിട്ട്, ആള് ഭയങ്കരനാന്ന് തോന്നുന്നുണ്ടല്ലോ സിദ്ധാന്തേ. ഭയങ്കരനാ? പാവല്ലേ സിദ്ധാന്ത്? നല്ല മോനല്ലേ? ആ, ഞാൻ പറഞ്ഞവരോടെല്ലാം ഞാൻ പറഞ്ഞു നല്ല മിടുക്കനാണ് അവൻ. മിസ്, ഇത് നാലാമത്തേത് രണ്ടാമത്തതും അത് തന്നെയാണ്? അല്ലല്ല, മൂന്നാമത്തതും നാലാമത്തെ ഫസ്റ്റിലത്തെ ഒരേ മേം ഞാൻ എന്നുള്ളത്. ആ നാലാമത്തെ രണ്ടാമത് വരുന്നത് മായുടെ മുകളിൽ ഒറ്റ വര മാത്രം ഇട്ടിട്ട് ഡോട്ട് വരുന്നത്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ഗ്രൂപ്പിൽ നോക്കിയിട്ട് തന്നെ ഇടണേ, തെറ്റ് ചെയ്തല്ലേ. നെക്സ്റ്റ് രാജാ ബലി ബ്രാഹ്മൺ കർനെ അപ്പനെ രാജ്യമേ മാത്തേഹെ. അത് രണ്ടാമത്, അത് പറഞ്ഞേ മായുടെ മുകളിൽ ഒരു വര മാത്രമുള്ളത്, വിഭക്തി പ്രത്യയം എന്ന് അതിനെ പറയാം. മഹാബലി രാജാവ് തന്റെ രാജ്യത്തിലേക്ക് കറങ്ങാൻ വേണ്ടി, ചുറ്റിക്കറങ്ങാൻ വേണ്ടി വരാറുണ്ട്. ലാസ്റ്റ് വൺ ഫൂലോं की रंगीली के बीच डैश दीपक रखते हैं. അതും മാ എന്നതിന്റെ മുകളിൽ ഒരു വര മാത്രമുള്ളത് മേം. അതായത് പൂക്കളുടെ ഇടയിൽ നടുവിലായിട്ട് മധ്യത്തിൽ ഒരു ലൈറ്റ് കൊളുത്തി വെക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കുലവേലത്. അടുത്ത ക്വസ്റ്റ്യൻ, നീച്ചെ ദിയേ ഗയേ വാക്യോं में ഉചിത വിരാമ ചിഹ്ന ലഗാവോ. അവിടെ വേണ്ടെടുത്ത ക്വസ്റ്റ്യൻ അതായത് എന്താ പറയണ്ടേ, ക്വസ്റ്റ്യൻ മാർക്കാണ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഫുൾ സ്റ്റോപ്പ് ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോ ഇൻവേർട്ടർ കോമ ഉണ്ടാവില്ല. എന്താണോ ചേർക്കേണ്ടത് വിരാമ ചിഹ്നങ്ങൾ ചേർത്ത് പൂരിപ്പിക്കുക. ഹം ഓണം ക്യോ മനാത്തെ ഹെ, അത് വീണ്ടും താഴേക്ക് എടുത്ത് എഴുതിയിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഹം ഓണം ക്യോ മനാത്തെ ഹെ എന്ന് എഴുതുക, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, നല്ലത് കംപ്ലീറ്റ് ആവും. ഹം ഓണം ക്യോ മനാത്തെ ഹെ. മനസ്സിലായോ? ഉചിത വിരാമ ചിഹ്നങ്ങള് ചേർത്തിട്ട് സെന്റൻസ് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാ വിരാമ ചിഹ്നങ്ങള്? ക്വസ്റ്റ്യൻ, പിന്നെയോ ഫുൾ സ്റ്റോപ്പ്, ഇൻവെർട്ടർ കോമ, അല്ലേ? ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഹം ഓണം ക്യോ മനാത്തെ ഹേ, അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. തേർഡ് ഭാഗ്യരാജിനെ പൂച്ച കൈസി കഥ അമ്മ. അപ്പൊ ഭാഗ്യരാജിനെ പൂച്ച എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടണം, എന്നിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. 2 ചിഹ്നങ്ങൾ അവിടെ വരും. ഫോർത്ത് അതുപോലെ ലോഗോं के मन में नई आशा उमंग और उत्साह का संचार होता है.
लोगों के मन में नई आशा അതിന്റെ ഒരു കോമ ഇടുക ഉമംഗ് और उत्साह का संचार होता है എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പൊ ഇത്രയും വർക്കുകളാണ് ആ പാഠഭാഗത്തിൽ. അപ്പൊ 12 ലെസൺ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ഇതുവരെയുള്ളത് പഠിക്കുക. ഓക്കെ, എല്ലാവരും പഠിക്കല്ലോ. എക്സാം ആവാനായി. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പഠിക്കാൻ എടുക്കരുത്. ഇന്ന് തന്നെ തുടങ്ങിക്കോ ഓരോരോ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ 1 മുതൽ 40 വരെയുള്ള നമ്പേഴ്സ് കൗണ്ടിങ് അതും കൂടി എഴുതാൻ പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ, സി യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ട്ടോ. ഓക്കെ, ബൈ. Bye, thank you, miss. ഓക്കെ, ഓക്കെ, ബൈ.